വയനാട് രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ ടെറിട്ടോറിയൽ ആർമിയുടെ മദ്രാസ് റെജിമെന്റ് അംഗങ്ങൾക്ക് കോഴിക്കോട് സ്വീകരണം. മേയർ ബീന ഫിലിപ്പ്, തോട്ടത്തിൽ രവീന്ദ്രൻ MLA എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകുന്നത്. 43 പേരാണ് രക്ഷാദൌത്യത്തിന്റെ ഭാഗമായത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. മിഥില, നമ്മൾ കേരളം നേരിട്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിൽ നമുക്കൊപ്പം മുന്നേറാൻ പിടിച്ചു നിന്ന ആ ഒരു സൈന്യത്തിന് അവർക്ക് എങ്ങനെയാണ് കോഴിക്കോട് ആദരം നൽകുന്നത്? ശ്രീലക്ഷ്മി, തീർച്ചയായും അതിഗംഭീരമായ ഒരു സ്വീകരണം തന്നെയാണ് കോഴിക്കോട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സേനാംഗങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. മേയർ ബീന ഫിലിപ്പുണ്ട്, MLA ഉണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെയാണ്. ഈ ഒരു സേനാംഗങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യമായി വയനാട്ടിലെ ആ ദുരന്ത ഭൂമിയിലെത്തിയത്. 43 സേനാംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ ആ ഒരു ദുഷ്കരമായ പ്രതികൂലമായ കാലാവസ്ഥയും അതിജീവിച്ച് അതിഗംഭീരമായി ആ രക്ഷാദൗത്യം പൂർത്തിയാക്കിയാണ് അവരിപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ സേനാംഗങ്ങൾ ഇപ്പോൾ മേയർ ബീന ഫിലിപ്പ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും ശരിക്കും നമുക്ക് നല്ല സമയം ഉണ്ടായിരുന്നില്ല. അതാ പെട്ടെന്ന് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഓടിപ്പെടഞ്ഞ് നമ്മളൊക്കെ വരിക ചെയ്തത്. ഉള്ളവരെ കൂട്ടിയിട്ട് നിശ്ചയമായും ഈ പറഞ്ഞത് ശരിയാണ്, നമുക്കൊരു പൗരസ്വീകരണം ഇവർക്ക് കൊടുക്കേണ്ടതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് നേരിട്ട് ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല നമ്മൾ. അവർ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ്. മാത്രമല്ല, അത് കൊടുത്ത ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. അത് കാണുന്ന നമ്മൾക്ക് തോന്നുന്ന ഒരു ചെറിയ ആശ്വാസമുണ്ട്. അത് നമ്മളിപ്പോൾ തൊട്ടനുഭവിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് സൈനികർ, അവർ എന്ത് സേവനമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ സിനിമയിൽ മാത്രം കണ്ട നമുക്കിന്ന് നേരിട്ട് നടക്കുന്ന സംഭവം കാണാൻ അവസരം ലഭിച്ചപ്പോൾ ഇവരെക്കുറിച്ച് നമ്മൾ കേരളീയർക്കുള്ള വലിയ ഒരു റിഗാർഡ് അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ധീര സൈനികർക്ക് നമ്മുടെ കോഴിക്കോട് നഗരം അവരെ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. ഇന്ന് പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇത്ര കുറച്ചു പേരായിട്ട് വന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് നടത്തണ്ടേ? തീർച്ചയായിട്ടും MLA കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും നമ്മൾ തീർത്തും പെട്ടെന്നുള്ള ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നുന്നു. ശരിക്കും ഇത്തരം സൈനികരുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും വലിയ പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം ആരും ബെയിലി പാലമൊക്കെ ആർക്ക് നിർമ്മിക്കാൻ പറ്റും? വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മിലിറ്ററിക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ അപ്പം നമുക്കത് നല്ലോണം ബോധ്യപ്പെട്ടിട്ടുള്ളൊരു അവസരമാണ്. അപ്പോൾ അർഹമായിട്ടുള്ള സ്വീകരണം നമുക്ക് നൽകണം. അതുകൊണ്ടാണ് ഇത്രയും എല്ലാവരും ഇവിടെ വരാനും ഈ ചെറിയ സമയം കൊണ്ട് പോലും ഇത്രയും വലിയൊരു, സത്യം പറഞ്ഞാൽ അവർ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ടാവും, ഇത്രയും വലിയൊരു സ്വീകരണം ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് നടത്താൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ കൗൺസിലർ മുരളിയാണ്. തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ അവരെ പറ്റി പറഞ്ഞാലും മതിയാവില്ല, ഇത്രയും വലിയ സേവനം. എന്തായാലും വലിയൊരു വിപുലമായ ഒരു സ്വീകരണം നമ്മൾ കോർപ്പറേഷനും എല്ലാം കൂടി ഒരുക്കും. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് എല്ലാവരും ചേർന്നിട്ട്, കോർപ്പറേഷൻ മാത്രമല്ല, ലീഡർഷിപ്പ് ഓഫ് പൗരാവലിയുടെ സ്വീകരണം കൊടുക്കണം. റൈറ്റ്. ഓക്കെ, തീർച്ചയായും ഇതാണ് മേയറും MLAയും പറഞ്ഞത്. പെട്ടെന്ന് ഒരുക്കിയ ഒരു സ്വീകരണമാണിത്. ഈ സേനാംഗങ്ങൾ ഇന്ന് എത്തുന്നു എന്നറിഞ്ഞ് പെട്ടെന്ന് ഒരുക്കിയ സ്വീകരണമാണ്. വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം കോഴിക്കോട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ഈ സൈനികർക്ക് ഒരുക്കും എന്ന് തന്നെയാണ് മേയർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് നമുക്കിപ്പോൾ കാണാം, ബാൻഡ് മേളങ്ങളുടെ എല്ലാം അകമ്പടിയോടെയായിരുന്നു ഈ ധീര സൈനികർക്ക് കോഴിക്കോട്ടെ, അതായത് അവർ ഇവിടെ നിന്നാണ് അവർ ദുരന്ത ഭൂമിയിലേക്ക് പോയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ടീം അംഗങ്ങളാണ് ആദ്യമായി വയനാടിൻ്റെ ദുരന്ത ഭൂമിയിലെത്തി രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം കോഴിക്കോട് ഇവർക്ക് നൽകും എന്ന് അല്പസമയം മുമ്പ് മേയർ ബീന ഫിലിപ്പ് നമ്മളോട് പറഞ്ഞത്. ശ്രീലക്ഷ്മി, വയനാട് രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ ടെറിട്ടോറിയൽ ആർമിയുടെ മദ്രാസ് റെജിമെന്റ് അംഗങ്ങൾക്ക് കോഴിക്കോട്ട് ഇപ്പോൾ സ്വീകരണം നൽകുകയാണ്. മേയർ ബീന ഫിലിപ്പ്, തോട്ടത്തിൽ രവീന്ദ്രൻ MLA എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സ്വീകരണം നൽകുന്നത്. 43 അംഗ ദൗത്യമാണ്. ദൗത്യത്തിലെ 43 പേരാണ് രക്ഷാദൗത്യത്തിൽ പങ്കാളികളായത്. അവർക്കാണിപ്പോൾ ആദരം നൽകുന്നത്. തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു.